ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മംഗ്ലീഷ് മൊമെൻറ്റ്സ് ബൈ മീര. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാനൊരു യാത്ര പോകാനുള്ള പുറപ്പാടിലാണ്. ബർമിംഗ്ഹാമിലുള്ള എഡ്ജ്വാസ്റ്റൺ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ ഞാൻ പോകുന്നത്. അവിടെ എനിക്ക് ഇന്ന് ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ട്, UK ഈസ്തെറ്റിക് ക്ലിനിക് എന്ന് പറയുന്ന ഒരു ക്ലിനിക്കിൽ. അപ്പോൾ എന്തിനുള്ള അപ്പോയിൻമെൻ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈ ഇൻറ്റൻസിറ്റി ഫോക്കസ്ഡ് അൾട്രാസൗണ്ട്. ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മനസ്സിന് പ്രായമാകാതെ മുഖത്തിന് മാത്രം പ്രായമാകുന്ന മനുഷ്യന്മാർക്ക് ചെയ്യാനുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് കേട്ടോ. അവർ പറയുന്ന ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ നമ്മുടെ മുഖത്തിന് മനസ്സിൻ്റെ അതേ പ്രായമാകുന്ന. വയസ്സ് 36 എൻ്റെ മനസ്സിൽ എനിക്ക് ഇപ്പോഴും 22. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ ഞാനത് ചെയ്യാം. ഞാനത് ഫസ്റ്റ് ടൈം അല്ല ചെയ്യുന്നത്, സെക്കൻഡ് ടൈമാണ്. അപ്പോൾ ഇത് വൺസ് എ ഇയർ പ്രൊസീജിയറാണ്. അപ്പോൾ ലാസ്റ്റ് ഇയർ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ചെയ്യാൻ ചെന്ന സമയത്ത് ഇത് 2 ലേഡീസാണ് നടത്തുന്നത്, ഇറം ആൻഡ് ഫറ. ഇറവായിട്ട് ഞാൻ അത്യാവശ്യം കമ്പനിയാണ് കേട്ടോ. എങ്ങനെയാണ് കമ്പനി ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഭയങ്കര ഫണ്ണി ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. ഞാൻ പുള്ളിക്കാരിനെ കണ്ടു കഴിഞ്ഞ ഉടനെ കെട്ടിപ്പിടിച്ച് കൺഗ്രാജുലേഷൻസ് ഡിയർ, ഹൗ ഫാർ അലോങ് ആർ യു എന്ന് ചോദിച്ചു. ഞാൻ നോർമലി അങ്ങനെ എടുത്തിയാടി ആരോടും പറയാത്തതാണ്, വളരെ കെയർഫുള്ളാണ്. പക്ഷേ അന്ന് എന്തോ പറ്റി ഇത് പറഞ്ഞു. പുള്ളിക്കാരി പ്രഗ്നൻ്റ് അല്ലായിരുന്നു. പക്ഷേ യൂഷ്വലി ആളുകൾ ഭയങ്കര ഒഫൻഡഡ് ആവുന്നതാണ് കേട്ടോ ബോഡി ഷേവിങ് എന്നൊക്കെ പറഞ്ഞിട്ട്. പുള്ളിക്കാരി അത് ഭയങ്കര കൂളായിട്ട് എടുത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു ഐ എം നോട്ട് പ്രഗ്നൻറ്റ് ഡിയർ. ഞാനിങ്ങനെ ഭൂമി പിളർന്ന് തഴോട്ട് പോയാൽ മതിയായിരുന്നു എന്നുള്ള രീതിയിൽ ഇരിക്കുമ്പോഴാണ് പുള്ളിക്കാരി പറയുന്നത് ഡോണ്ട് വറി. അങ്ങനെ നമ്മുടെ ഐസ് ബ്രേക്കിംഗ് അവിടെ കഴിഞ്ഞല്ലോ, പിന്നെ നമ്മൾ ഓക്കെയാണ്. അങ്ങനെ ഞാൻ ഈ ഹൈഫു ചെയ്യാൻ വരുന്ന സമയത്ത് എനിക്ക് മുഖത്ത് അത്യാവശ്യം നല്ല ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉണ്ടായിരുന്നു. എനിക്ക് ഈ പോസ്റ്റ് ഇൻഫ്ലമേറ്ററി ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഭയങ്കരമായിട്ട് വരുന്നൊരു സംഭവമാണ്. അപ്പോൾ ഈ ആക്നെ വന്നിട്ട് അതങ്ങ് പോകും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു കറുത്ത പാട് ഒരു 1 year ഒക്കെ എടുക്കും. അത് കഴിഞ്ഞാണ് അതിന് എന്തെങ്കിലും ഒരു വ്യത്യാസം വരുന്നത്. അപ്പോൾ അത് ഇത്രയും സമയം എടുക്കുന്നതുകൊണ്ട് എപ്പോഴും എൻ്റെ മുഖം നിറച്ച് പാടുകളായിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൈക്രോ നീഡ്ലിംഗ് ചെയ്യാൻ വരും, ഈ റേഡിയോ ഫ്രീക്വൻസി മൈക്രോ നീഡ്ലിംഗ് ചെയ്യാൻ വരും. അങ്ങനെയാണെങ്കിൽ ഈ പാട് കുറയും. അങ്ങനെ ഞാൻ വിചാരിച്ചു ഓക്കെ പോവാം എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരി അന്ന് തന്നെ എന്നെ കൊണ്ടൊന്ന് ബുക്ക് ചെയ്യിപ്പിച്ചു. പക്ഷേ ഞാൻ പെട്ടെന്നൊന്നും പോയില്ല. എനിക്കൊന്നൊരു 3 to 6 months ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ പോകുന്നത്. അത് നമ്മൾ വൺസ് മന്ത് വെച്ചിട്ട് ചെയ്യണം. പിന്നെ അത്രയും ദൂരം എല്ലാ പ്രാവശ്യവും പോയി ചെയ്യാനായിട്ടുള്ള എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു പ്രാവശ്യമേ ചെയ്തുള്ളൂ. പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഡിഫറൻസ് ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ മുഖത്തെ ഈ കറുത്ത പാടുകളൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും ഇത്രയും ദൂരം ട്രാവൽ ചെയ്യണം, പിന്നെ നമ്മൾ ഈ ടൈമൊക്കെ കണ്ടുപിടിച്ച് പോകണ്ടേ. നമുക്ക് വേറെ ജോലിയും പിള്ളേരെ നോട്ടമൊക്കെ ഉള്ളതുകൊണ്ട് ഇതൊന്നും അങ്ങനെ കാര്യമായിട്ട് നടക്കില്ല. ഹലോ ഗായ്സ്, അപ്പോൾ 1.5 മണിക്കൂറത്തെ അതിസാഹസികമായ ഡ്രൈവിങ്ങിന് ശേഷം ഞാൻ എന്താ ഇവിടെ എത്തിയിട്ടുണ്ട്. എഡ്ജ്വാസ്റ്റണിലാണ് ഇതുള്ളത്, ബർമിംഗ്ഹാമിൽ. വരുന്ന വഴിക്ക് മുഴുവൻ റോഡ് ബ്ലോക്കിങ്ങും അല്ലെങ്കിൽ റോഡ് വർക്ക്സും ആയിരുന്നു. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരു തീരുമാനം എടുത്തു, നെക്സ്റ്റ് ടൈം ട്രെയിനും ട്രാമും ഉള്ളൂ, ഡ്രൈവ് ചെയ്യുന്ന പരിപാടിയില്ല. അല്ല തന്നെ എനിക്ക് ബർമിംഗ്ഹാമിലേക്ക് ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടമല്ല. അതിൻ്റെ കൂടെ എല്ലാ റോഡ്സും ബ്ലോക്ക്ഡ് ആയിരുന്നു. അപ്പോൾ ഞാനിവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇതൊരു ഓഫീസ്, എന്താ പറയുക, ബിൽഡിങ്സ് കുറേ ഉള്ള ഒരു ലോട്ടാണ്. അവിടെയാണ് ക്ലിനിക് ഉള്ളത്. അപ്പോൾ ഇനി നമുക്ക് പോയി കയറാം. ശരി, ഞാൻ അകത്ത് കയറി കൺസൾട്ടേഷനൊക്കെ കഴിഞ്ഞ് നമ്പിങ് ക്രീം ഇട്ടിരിക്കുകയാണ്. ഒരു 25 to 30 minutes നമ്മൾ നമ്പിങ് ക്രീം ഇട്ടിരിക്കണം. അതിനുശേഷമാണ് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി ഞാൻ വർത്താനമൊക്കെ പറഞ്ഞ് വീഡിയോ എടുക്കുന്ന കാര്യം മറന്നുപോയി. അപ്പോഴാണ് ഫെറ ചോദിക്കുന്നത് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ എടുക്കുന്നില്ലേന്ന്. അതുകൊണ്ട് ആ കുറച്ച് പോർഷനേ എടുത്തുള്ളൂ. അപ്പോൾ ഇതാണ് മെഷീൻ. ഇതിനൊരു 3 ഹെഡ് യൂസ് ചെയ്യും. പിന്നെ എനിക്ക് ഫേസ് ആൻഡ് നെക്ക് ഡീകോളേറ്റ് ഇത്രയായിരുന്നു ചെയ്തിരുന്നത്. ഇങ്ങനെല്ലാം കഴിഞ്ഞു, ഇറങ്ങി. ഇനിയിപ്പോൾ അധികം നമ്മൾ തിരിച്ചു പോകണം. ഈ പോക്കൊരു വല്ലാത്തൊരു പോക്കായിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്ന വഴിക്ക് എല്ലാ വഴികളും ബ്ലോക്കായിരുന്നു. ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ക്ലോസ്ഡ് ആയിരുന്നു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ആക്ച്വലി ഞാൻ സൺസ്ക്രീൻ ഇടേണ്ടതാണ്, ഇട്ടിട്ടില്ല. പിന്നെ വലിയ വെയിലില്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നമില്ലാന്ന് തോന്നുന്നു. ഭയങ്കര വണ്ടിക്കകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ കാറിനകത്ത് UVA UVB പ്രൊട്ടക്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ എന്താണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ് ഇറങ്ങി കാർ കയറി തിരിച്ചു പോവുകയാണ്. ഇത്ര പരിപാടിയേ ഉള്ളൂ. ഇപ്പം തന്നെ എനിക്ക് സ്കിന്നിൽ ചെറിയൊരു ഒരു ഡിഫറൻസ് വരുന്നുണ്ട്. ഇത് എത്രത്തോളം നല്ലതെന്നൊന്നും അറിയില്ല. ഞാൻ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ഒരു 30s എത്തുമ്പോഴാണ് ഈ സ്കിന്നിൻ്റെ ഒരു സാഗിങ് തുടങ്ങുന്നത്.
അപ്പോൾ ഒരു 2-3 വർഷം മുമ്പ് 2 വർഷം മുമ്പ് വരെയൊക്കെ എനിക്ക് അങ്ങനെയൊന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ലൈക്ക് ലിറ്ററലി അങ്ങനെ സ്കിന്നിലൊരു ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല. പക്ഷെ 2 ഇയേഴ്സ് മുമ്പ് ഒരു ഓവർനൈറ്റ് ചേഞ്ച് പോലെ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പം സ്കിൻ സാഗ് ചെയ്യുന്നത് അല്ല, എൻ്റെ മുഖം ഇങ്ങനെ ഫുൾ ഡ്രൂപ്പ് ചെയ്ത് മസിലൊക്കെ ഡ്രൂപ്പ് ചെയ്ത് നിൽക്കുന്ന പോലെ തോന്നി. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, അത്രയൊക്കെ പ്രായമായോ എനിക്ക് മുഖമൊക്കെ തൂങ്ങിപ്പോവാൻ മാത്രം എന്നുള്ളത്. പിന്നെ റെസ്റ്റ് ഇല്ലാത്ത ഒരു ജോലിയും കൂടിയാണ് എനിക്ക് ഒത്തിരി സ്ട്രെസ് ഉണ്ട് എൻ്റെ ജോലിയിൽ. ഞാൻ വളരെ കുറച്ച് സമയമാണ് മിക്കവാറും ഉറങ്ങുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കോൺട്രിബ്യൂട്ടിങ് ഫാക്ടേഴ്സ് ആണല്ലോ. അങ്ങനെ ഞാൻ തപ്പിയാണ് ഇവിടുത്തെ ഈ ഫറ ആൻഡ് ഇറം, അവരാണ് ഇവിടെ നടത്തുന്നത്. ഇവരുടെ അടുത്ത് ഞാൻ വന്ന്, ഇറമാണ് എനിക്ക് ഫസ്റ്റ് ടൈം ചെയ്യുന്നത്. എന്നിട്ട് എനിക്ക് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇപ്പോൾ റിസൾട്ട് ഒന്നും കാണില്ല, ഒരു മന്ത് വെയിറ്റ് ചെയ്യണം കേട്ടോ, എന്നിട്ട് മാക്സിമം ഇതൊരു 2-3 പ്രാവശ്യം ഒരു ഇയറിൽ ചെയ്യാൻ പറ്റുള്ളൂ, അത് കൂടുതൽ ചെയ്യണ്ട, വൺസ് ഇയർ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി വിട്ടു. ഞാനങ്ങനെ വലിയ ഡിഫറൻസ് ഒന്നും കണ്ടില്ല, എന്നാലും ഞാനൊരു എക്സ്പെരിമെൻറ്റ് പോലെ ചെയ്തതാണ്. അങ്ങനെ നിന്ന് എനിക്ക് തോന്നുന്നു ഒരു 2 വീക്സ് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് സഡൻലി എൻ്റെ സ്കിന്നല്ല എൻ്റെ ഫേസ് പഴയതുപോലെ, അതായത് ഈ ഡ്രൂപ്പ് ചെയ്യുന്നതിന് മുമ്പുള്ള ആ ഒരു ഇതിലേക്ക് വരുന്നത് പോലെ പെട്ടെന്ന് ഫേസ് എപ്പോഴും ഇങ്ങനെ എന്താ പറയുക, വെള്ളം കുടിച്ച് വീർത്ത് തൂങ്ങി നിന്നിരുന്ന ഒരു രീതിയിൽ നിന്ന് കുറച്ച് അതിനൊരു ബലം വന്നതുപോലെ, മസിലിനൊരു ബലം വന്നതുപോലെ, കവിളിനൊക്കെ ഒരു ബലം വന്നതുപോലെ ഒരു ഫീൽ വന്നു. അപ്പം ഞാൻ ഓർത്തു ഓക്കെ കൊള്ളാമല്ലോ. അത് കഴിഞ്ഞ് പിന്നെ ഇവരുടെ അടുത്ത് വീണ്ടും വരാൻ വേണ്ടിയിട്ട് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ കഴിഞ്ഞ വർഷത്തിന് ശേഷം പിന്നെ ഇങ്ങോട്ട് ഒരു പ്രാവശ്യം ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ഈ ഹൈഫ് ചെയ്തില്ല, ഞാൻ വന്നില്ല. പിന്നെ ഇങ്ങോട്ടുള്ള ഈ ഡ്രൈവിൻ്റെ ഒരു ഡിസ്റ്റൻസ് ഓർക്കുമ്പോൾ എനിക്ക് വരാൻ തോന്നാറില്ല. ഇത്രയും ദൂരം ഞാൻ ഓടിച്ച് ഒറ്റയ്ക്ക് വന്ന്, ഇത് ലിറ്ററലി ലൈക്ക് 45 മിനിറ്റ്സിൻ്റെ കാര്യമാണ്. പക്ഷെ 45 മിനിറ്റ്സിൻ്റെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് അപ്പ് ആൻഡ് ഡൗൺ 3 hours ആണ് മിനിമം വരുന്നത്. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഞാൻ വരാതെ ഇരിക്കുകയായിരുന്നു. അപ്പം എന്തായാലും ഒന്നുകൂടെ ചെയ്തിട്ടുണ്ട്, എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ഇതിന് കുറച്ച് ആഫ്റ്റർ കെയർ ഒക്കെ ഉണ്ട്. നമുക്ക് വലിയ ചൂടെടുക്കാൻ പറ്റില്ല. സോന പിന്നെ അതിന് ജിമ്മ്, ഹോട്ട് ഷവർ, ഹോട്ട് ബാത്ത്, ടാൻ ബെഡ്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കണം. കുറച്ച് ലേസർ ചെയ്യുന്ന പോലെ തന്നെ ഒരു 4 ദിവസത്തേക്ക്. അപ്പോൾ അതാണ് സംഭവം. തൊണ്ട ചൊറിഞ്ഞുള്ള ചുമയാണ്, കോവിഡാന്ന് തോന്നുന്നു. എല്ലാ പ്രാവശ്യവും കോവിഡ് വരുമ്പോൾ ഈ തൊണ്ട ചൊറിഞ്ഞ് ടിക്ലിഷ് കഫാണ്. യൂഷ്വലി ഡ്രൈ കഫാണ് വരുന്നത്. ഈ പ്രാവശ്യം എന്തായാലും ഡ്രൈ കഫല്ല, അതുകൊണ്ട് കോവിഡിൻ്റെ ചാൻസ് ഞാൻ തള്ളിക്കളഞ്ഞത്. ചെസ്റ്റി കഫാണ്. അപ്പം ഞാൻ പതിയെ പോട്ടെ. ഞാൻ മാപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. എനിക്ക് തിരിച്ച് 55 മിനിറ്റ്സ് ആണ് കാണിക്കുന്നത്. പക്ഷേ ഐ ഡോണ്ട് തിങ്ക് ഐ വിൽ ബി റീച്ചിങ് ഹോം ഇൻ 55 മിനിറ്റ്സ്. 2 മണിയായിട്ടുണ്ട്. 3 മണിയാകുമ്പോഴേക്കും നമ്മൾ വീട്ടിലെത്തും എന്നാണ് ഇവർ പറയുന്നത്. 4 മണിക്ക് നമുക്ക് പ്രതീക്ഷിക്കാം.